ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നഷ്ടമൊന്നുമില്ല. ഈ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അള്ളാഹിക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. കൊടുത്ത നിങ്ങൾക്ക് തന്നെയാ പ്രയോജനം. നബിതങ്ങൾ പറയുന്നുണ്ട്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ മാറും, ദുരന്തങ്ങൾ മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ അത് തട്ടിമാറ്റാൻ നമ്മൾ കൊടുക്കുന്ന ഈ 10 രൂപയ്ക്ക് പവറുണ്ടോ? എത്രയോ മരുന്ന് കഴിച്ച് രോഗം മാറാത്തവരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാവർക്കും അറിയാം. ഈ ഇരിക്കണ താത്താമാർക്കും കാക്കാമാർക്കും എല്ലാം ഇതറിയാം. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി താമസിച്ചു എന്ന് പറഞ്ഞ് ചാടി വീടിന്റെ അകത്തേക്ക് കയറി വെള്ളം കടന്നു തെറ്റിയടിച്ച് താഴെ വീണു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര് വേണമെങ്കിലും വീഴാം, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തല പോയി തറയിലടിച്ചു. മക്കൾ എടുത്തുകൊണ്ട് നേരെ താമരശ്ശേരിക്ക് വന്നു. അവിടുന്ന് നേരെ കോഴിക്കോട് പോയി. കോഴിക്കോട് ചെന്നപ്പോൾ ഡോക്ടർ ഐസിയുവിനകത്ത് കയറ്റി കിടത്തിയിട്ട് പറഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ, ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചേ, നാളെ രാവിലെ ഉസ്താദിന്റെ അടുക്ക വരും, നിസാമിയുടെ അടുക്കലോ അല്ലെങ്കിൽ ഉസ്താദന്മാരുടെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, സർജറി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പാപ്പച്ചി ഉമ്മച്ചി തന്നു വിട്ടതായി പൈസ കേട്ടോ, ഉസ്താദ് ദുആ ചെയ്യണേ. പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയും ദുആ ചെയ്യാൻ. എന്തിനാ താത്ത പൈസ കൊടുക്കണേ? അപ്പൊ നിനക്കറിയാം സദക്ക കൊടുത്ത രക്ഷപ്പെടുമെന്ന്. സഹോദര, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, സദക്ക കൊണ്ട് ചികിത്സ നടത്തുന്ന ചിലരുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പവറുണ്ടടോ. സഹോദരാ, മറന്നു പോകരുത്. ഇന്നലെ ഞാൻ വഅദ് പറഞ്ഞത് മഞ്ചേരി ഭാഗത്താണ്. വഅദ് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ ഒരു ഉമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ 3 മക്കള് രോഗികളാണ്, ഉസ്താദൊന്ന് വന്നിട്ട് പോകണേ. ഞാൻ വലിയ കാര്യമൊന്നുമാക്കിയില്ല. അങ്ങനെ നടന്ന് ഞാൻ ആ വീട്ടിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ 15 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെ ഇങ്ങനെ കസേരയിൽ നിരത്തിയിട്ടിരിക്കുകയാണ്. 3 മക്കളും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പടച്ചവനെ, മക്കളുടെ കൈ ഇങ്ങനെ